നിനക്കായി ഭാഗം 11 തുടരുന്നു. അമ്പലത്തിൽ വെച്ചാണ് താലികെട്ട്. അത് കഴിഞ്ഞ് അവൾ ബുക്ക് ചെയ്തിട്ടുണ്ട്. നിധിയുടെ ഭാഗത്തു നിന്ന് കുറച്ച് ഫ്രണ്ട്സ് മാത്രമാണ് ഉള്ളത്. അവരെല്ലാവരും അവളുടെ അവസ്ഥ അറിഞ്ഞ് ആത്മാർത്ഥമായി കൂടെ നിൽക്കുന്നുണ്ടെങ്കിലും ചിലർ അവൾക്ക് ലഭിച്ച ഭാഗ്യത്തിൽ അസൂയപ്പെടുന്നവരുമായിരുന്നു. എന്നാൽ എന്തുകൊണ്ടെന്നറിയാതെ നിധിയുടെ ഉള്ളിൽ വല്ലാത്തൊരു ഭയം പിടിമുറുക്കി. ശരിയല്ലാത്ത എന്തോ ഒന്ന് നടക്കാൻ പോകുന്നു എന്നവളുടെ ഉള്ളിൽ നിന്ന് ആരോ പറഞ്ഞുകൊണ്ടിരുന്നു. മേക്കപ്പ് ആസ്റ്റ് കണ്ണാടിയിലേക്ക് നോക്കാൻ പറയുമ്പോൾ പോലും താല്പര്യമില്ലാതെയാണ് അവൾ നോക്കിയത്. എന്നാൽ കണ്ണാടിയിൽ നോക്കിയതും അവളുടെ കണ്ണുകൾ സന്തോഷത്തിൽ വിടർന്നു. അന്ന് അവളുടെ മുഖം കണ്ടിട്ടായിരുന്നില്ല, കണ്ണാടിയിൽ തന്നെ നോക്കി നിൽക്കുന്ന ജീവനെ കണ്ടിട്ടായിരുന്നു. കസവും മുണ്ടും ഷർട്ടുമാണ് ധരിച്ചിട്ടുള്ളത്. എപ്പോഴും കാണാവുന്നതിനേക്കാൾ വല്ലാത്തൊരു ഭംഗിയാണെന്ന് തോന്നിച്ചു. ജീവൻ ചിരിയോടെ അവൾക്ക് അരികിലേക്ക് വന്നു. അത് കണ്ടുകൊണ്ട് അവളും കണ്ണാടിയിൽ കൂടെ നോക്കിയിരുന്നു. ഇതേ സമയം അവർക്കൊരു പ്രൈവസിക്ക് വേണ്ടി ആ റൂമിലുള്ളവർ എല്ലാം തന്നെ പുറത്തേക്ക് ഇറങ്ങി. ജീവൻ പതിയെ അവൾക്കരികിൽ വന്നു നിന്നു. എന്നിട്ട് അവൾ ഇരിക്കുന്ന ചെയറിൽ കൈകൊത്തി നിന്നുകൊണ്ട് അവളെ സൂക്ഷിച്ചു നോക്കി. അവൾ പതിയെ മൂളി, "You look beautiful." അവൾ പതിയെ മുഴിഞ്ഞു. എന്ത് പറ്റി? ഒരു സന്തോഷം കാണുന്നില്ലല്ലോ. നീ ഹാപ്പി അല്ലേ? എന്താടാ? ജീവൻ അവളുടെ കവളിൽ കൈ ചേർത്തുകൊണ്ട് ചോദിച്ചു. ജീവേട്ടാ, എനിക്കെന്തോ വല്ലാത്തൊരു ഭയം. എന്തോ ശരിയല്ലാത്തത് നടക്കാൻ പോകുന്നത് പോലെ. എല്ലാം നിനക്ക് തോന്നലാമേ. ഞാനില്ലേ, ഒന്നും ഉണ്ടാവില്ല. വാ, ഹാപ്പി ആയിട്ട്. നമ്മള് ഒരുപാട് ആഗ്രഹിച്ചിരുന്നൊരു ദിവസമല്ലേ. സന്തോഷത്തോടെ വാ, സമയമായി. അവളെ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിച്ചുകൊണ്ട് ജീവൻ പറഞ്ഞു. ശേഷം അവളോടെല്ലാം പറഞ്ഞ് ജീവൻ അവിടെ നിന്ന് പോകുന്നതിന് മുമ്പായി അവളുടെ നെറുകിൽ ചെറു ചുംബനം നൽകാനും അവൻ മറന്നില്ല. കല്യാണത്തിന് അമ്പലത്തിന്റെ ഫ്രണ്ടിലായി വണ്ടി കൊണ്ട് നിർത്തുമ്പോൾ അല്പം ഭയത്തോടെയായിരുന്നു അവൾ ഇറങ്ങിയത്. അവൾ നിർത്തിയിടത്ത് നിന്ന് കുറച്ച് നടന്നു വേണം അമ്പലത്തിന്റെ പടികൾ കയറാൻ. നിധി കാറിൽ നിന്ന് ഇറങ്ങുന്നത് കണ്ടതും അമ്പലത്തിന്റെ നടയിൽ കാത്തുനിന്ന ജീവൻ പുഞ്ചിരിയോടെ താഴേക്ക് ഇറങ്ങി വന്നു. പ്രവൃത്തി നിധിയെ സന്തോഷിപ്പിക്കുകയും എന്നാൽ അതേസമയം അത് കണ്ടുകൊണ്ട് നിന്ന സുചിത്രയുടെയും കൂട്ടരുടെ മുഖം ദേഷ്യത്തിൽ ചുവക്കുകയും ചെയ്തു. അമ്മായി, എല്ലാം വെറുതെ ആയില്ലേ? ഇനി ജീവേട്ടന് എനിക്കൊരു അവകാശവും ഇല്ല അല്ലേ? വേദനയോട് അനന്യ ചോദിച്ചു. അവർ അതിന് മറുപടി പറഞ്ഞില്ല. ഒപ്പം ആരെയോ നോക്കുന്നത് പോലെ ചുറ്റും നോക്കിക്കൊണ്ടിരുന്നു. നീതി പതിയെ ജീവനെ നോക്കി മുന്നോട്ട് നടന്നു വന്നു. അവനെ പ്രണയപൂർവ്വം നോക്കിക്കൊണ്ട് ജീവന് അവർ അടുത്തെത്താൻ ഏതാനും ദൂരം ബാക്കി നിൽക്കി. പെട്ടെന്ന് എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ഒരു പറ്റം വാഹനങ്ങൾ ആ കോമ്പൗണ്ടിലേക്ക് കയറി വരികയും നിധിയെ ആ വാഹനങ്ങൾ വയ്ക്കുകയും ഒപ്പം തന്നെ അതിലൊരു കാർ തുറക്കുകയും ഭയത്തോടെ നിൽക്കുന്ന നിധിയെ അതിലോട്ട് വലിച്ചു കയറ്റുകയും ചെയ്തു. എല്ലാം ഏതാണ്ട് സെക്കൻഡുകൾക്കുള്ളിലായിരുന്നു. കുറച്ച് നിമിഷങ്ങൾ വേണ്ടി വന്നു ജീവന് മുന്നിൽ നടക്കുന്നത് എന്താണെന്ന് മനസ്സിലാക്കാൻ. നിധി എന്നൊരലർച്ചയോടെ അവൾ പോകുന്ന കാറിന് നേരെ പാഞ്ഞു. ജീവന്റെ വരവ് കണ്ട ആ കാർ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് മുന്നോട്ട് നീങ്ങിയിരുന്നു. എന്നാൽ ജീവൻ അതൊന്നും ശ്രദ്ധിക്കാതെ ആ വണ്ടിക്ക് നേരെ പാഞ്ഞു. എല്ലാം കണ്ടുകൊണ്ട് നിന്ന് സായി വേഗം കാർ എടുക്കാനായി പോയി. എന്നാൽ പെട്ടെന്ന് പുറകിൽ നിന്ന് സുചിത്രയുടെ നിലവിളി കേട്ട് തിരിഞ്ഞു നോക്കിയ സായി ഞെട്ടിപ്പോയി. മെയിൻ റോഡിലേക്ക് ഇറങ്ങിയ ജീവനെ സ്പീഡിൽ വന്ന വാഹനം ഇടിച്ച് തെറിപ്പിക്കുന്നതാണ് കണ്ടത്. ഇടിച്ച ശക്തിയിൽ ജീവന്റെ തല മെയിൻ റോഡിലേക്ക് ഇറങ്ങിയ ജീവനെ സ്പീഡിൽ വന്ന വാഹനം ഇടിച്ച് തെറിപ്പിക്കുന്നതാണ് കണ്ടത്. ഇടിച്ച ശക്തിയിൽ ജീവൻ റോഡിലേക്ക് തലയിടിച്ചു വീണു. കഠിനമായ വേദനയിൽ ബ്ലഡിൽ കുളിച്ച് അവൻ എണീക്കാനാകാതെ റോഡിലേക്ക് പിന്നെയും വീണു. കണ്ണുകൾ അടയുമ്പോഴും അവൻ്റെ ചുണ്ടുകൾ അവളുടെ പേര് ഉച്ചരിച്ചുകൊണ്ടിരുന്നു.
എന്നാൽ ഇതേ സമയം തൻ്റെ പ്രിയപ്പെട്ടവന് സംഭവിച്ചത് ഒന്നും തന്നെ അറിയാതെ ആ വണ്ടിയിൽ ബോധരഹിതയായി നിധി എങ്ങോട്ടറിയാതെ പോയിക്കൊണ്ടിരുന്നു. തുടരുന്നു.